അച്യുതാനന്ദൻ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് കൊച്ചു കൊച്ചു പാചക വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഓണമൊക്കെ അല്ലേ, നമുക്ക് പിടിപ്പത് പണിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അടുക്കളയിൽ നിന്ന്. നമുക്ക് അടുക്കളയിൽ നിന്ന് തല വലിക്കാനായിട്ട് സമയമേ ഇല്ലല്ലേ. അപ്പം ആ വിശേഷങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ശർക്കര വരട്ടി വറുത്തെടുക്കാൻ എല്ലാവർക്കും അറിയാം. ശർക്കര പാവ് കാച്ചാൻ മിക്കവർക്കും തന്നെ അറിയത്തില്ലായിരിക്കും. അറിയാവുന്നവരുണ്ട് കേട്ടോ, അറിയാവുന്നവർ എന്നെ തല്ലരുത്. പിന്നെ ഇവക്ക് മാത്രമേ അറിയാവുള്ളൂ എന്നൊന്നും വിചാരിച്ചേക്കരുത്. അപ്പം ആ ശർക്കര വരട്ടി എങ്ങനെയാണ്, അതിനകത്ത് ശർക്കര പാവ് കാച്ചുന്നതെന്നും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം കാപ്പൂടിയെല്ലാം കഴിഞ്ഞു. സമാധാനപരമായിട്ട് ഇതാ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറി. ഇന്നെനിക്കൊരു വലിയ സന്തോഷമുണ്ട്. എൻ്റെ മോൻ എത്തും. വെള്ളിയാഴ്ചയിൽ എല്ലാവരും ഓണം ആഘോഷിക്കാനായിട്ട് എല്ലാവരും വീട്ടിലെത്തും അല്ലേ. ഇപ്പം മൂത്ത ആള് വരത്തില്ല കേട്ടോ. അതെനിക്ക് ഭയങ്കര ഒരു സങ്കടമുണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ജോലിയല്ലേ നമുക്ക് വലുതല്ലേ. ഓണമൊക്കെ വരും പോകും, പക്ഷെ നമുക്ക് ജോലി വേണ്ടേ. അതുകൊണ്ട് അവൻ്റെ കാര്യം മിക്കവാറും വരില്ല. അപ്പം ഇളയ മോൻ വരും, ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോഴത്തേക്കും മീന് ഞാൻ വാങ്ങിച്ചു. മീൻ വാങ്ങിച്ചതെന്ന് പറയാൻ ചൂരയാണ് വാങ്ങിച്ചാൽ, ഞാൻ കൂട്ടത്തില്ല ചൂര. അപ്പം ഞാൻ മോന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. ഇതാ കുറച്ച് വറക്കാനായിട്ട് ഇതാ മുളകും പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഷ്ണം എടുത്തിട്ട് മുളകിനകത്ത് വെക്കാമെന്ന് വെച്ചിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട്. കൊച്ചിനൊരു കറിയാവുമല്ലോ, നമ്മുടെ കാര്യം പിന്നെ പോട്ടെ, നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, എന്തായാലും നമ്മൾ കഴിക്കും. പിന്നെ ഇന്നലെ നമ്മൾ ഉപ്പേരി വറുത്തതിൻ്റെ കപ്പയുടെ നമ്മൾ അരിയുമ്പോഴത്തേക്കും ചിലത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടത്തില്ല, അത് മുറിഞ്ഞൊക്കെ പോകും. അങ്ങനത്തെ കുറച്ചുണ്ടായിരുന്നു, കുറച്ച് അതുണ്ടായിരുന്നു. പിന്നെ അരിഞ്ഞതിൻ്റെയും അപ്പറേ ഇപ്പറേ നമ്മൾ കണ്ടിച്ചിട്ടല്ലേ നമ്മൾ അരിഞ്ഞെടുക്കുന്നത്, അതിൻ്റെയും കുറച്ചുണ്ടായിരുന്നു. അപ്പം അത് രണ്ടും കൂടെ ഞാൻ വേഗം വെച്ചിട്ട് അത് രണ്ടും കൂടി ഇട്ട് ഒരു കുഴ. പിന്നെ നമ്മുടെ പൂഞ്ചേരി ഇരിപ്പുണ്ട്, പിന്നെ വേണമെങ്കിൽ പപ്പടം കാച്ചാം, പിന്നെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ. അപ്പം നമുക്ക് ഈ ചൂര ഒന്ന് കറി വെക്കാം. ചൂര കറി വെക്കുന്നത് വലിയ ഭാരിച്ച വെറൈറ്റി ആയിട്ടൊന്നും അല്ല ഞാൻ വെക്കുന്നത്. എപ്പോഴും നമ്മൾ എങ്ങനെയാണോ മുളകിനകത്ത് വെക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ വെക്കുന്നത്. ചട്ടിയിലെ വെള്ളം പോയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പറ്റത്തുള്ളല്ലോ. അപ്പോൾ എല്ലാവർക്കും ഓണാക്കി എവിടം വരെയായി, പൂക്കളാക്കി ഇടണമെന്ന് വിചാരിക്കുന്നു. നാളെ പൂ മേടിക്കാൻ പോകാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ടൗണിലെ തിരക്കിൻ്റെ കാര്യമൊന്നും പറയണ്ട. വെയിലാണെങ്കിൽ നല്ല വെയിലും അല്ലേ, വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് നമുക്ക് തോന്നിക്കത്തില്ല. ഇവിടെ രാവിലെ ചെറിയൊരു മഴ ഇതുപോലെ പെയ്തായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ ഇന്ന് മഴയാണോ എന്നൊക്കെ വിചാരിച്ചു. ഓണത്തിന് മഴയാന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പെയ്യാതിരുന്നാൽ മതിയായിരുന്നല്ലേ സത്യത്തില്. പെയ്ത് കഴിഞ്ഞാൽ കഷ്ടം. കച്ചവടക്കാർക്കൊക്കെ കിട്ടുന്ന കച്ചവടമാണ്, അതെല്ലാം നഷ്ടപ്പെട്ടു പോകുമല്ലേ, പാവമുണ്ടല്ലേ. അതുകൊണ്ട് മഴ പെയ്യാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഴ പെയ്ത് കഴിഞ്ഞ അലമ്പാണ്. നമുക്കൊക്കെ വല്ലയിടത്തും പോകണം എന്നൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെയും മഴയാണെങ്കിൽ നമുക്ക് ദേഷ്യം വരുന്നില്ലേ. അപ്പം നമ്മുടെ ചട്ടി ചൂടായി, ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തു. 2 ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീൻകറിക്ക് നല്ലൊരു മണമൊക്കെ കിട്ടും. ഉലുവ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് 2-3 വറ്റൽമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഉപ്പേരിയൊക്കെ വറുത്ത് കഴിഞ്ഞോ? കൈ എടുത്ത് തരാം. കുറച്ച് പേർക്കൊന്നും കഴിയത്തില്ല അല്ലേ, കുറച്ച് പേരൊക്കെ വാങ്ങിക്കുവാണ്. ചിലവർക്ക് കഴിയത്തില്ലെന്നല്ല, ചിലവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ കാണും. നമുക്ക് അങ്ങനെ അവരെ എല്ലാവരെയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ലല്ലോ അല്ലേ. അപ്പോൾ കറക്കാൻ പറ്റുന്നവരൊക്കെ വറക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്ന ഓണാണ്, അത് നമ്മൾ ആഘോഷിക്കണം അടിച്ചു പൊളിച്ചല്ലേ. മനുഷ്യൻ്റെ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഇപ്പം ആഘോഷിക്കാൻ പറ്റുന്നു, ഇപ്പം നമ്മൾ നന്നായിട്ട് ആഘോഷിച്ച് പോവുക, അത്രയേ ഉള്ളല്ലേ. നമ്മുടെ കടുക് ഒന്ന് പൊട്ടണമെങ്കിൽ കടുക് ഇട്ട് കഴിഞ്ഞിട്ട് നോക്കി നിന്ന് കഴിഞ്ഞാൽ പൊട്ടാൻ ഭയങ്കര താമസമാണ്. പക്ഷേ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കടുകും കരിഞ്ഞ് ചട്ടിയും കരിഞ്ഞ് ആകപ്പാട് ഒരു പരുവമായിട്ട് നമുക്ക് കിട്ടും അല്ലേ. അപ്പം എന്താ, കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതൊക്കെ വയ്ക്കാൻ എല്ലാവർക്കും അറിയാം കേട്ടോ. ഞാനിപ്പം വെച്ചപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചത് മാത്രമേ ഉള്ളൂ. മുഴുവൻ കാണിക്കുന്നതല്ല കേട്ടോ, നിങ്ങളെന്നെ തല്ലും. പിന്നെ ഇടാർക്കാ ചൂരക്കറി വെക്കാൻ അറിയാൻ വയ്യാത്തേന്ന് പറയും.
അതുകൊണ്ട് ഇതൊക്കെ വഴന്ന് വന്നിട്ട് ഇനി ബാക്കി പരിപാടികളിലേക്ക് പോട്ടെ കേട്ടോ. ചുരക്കറി ആവട്ടെ. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി കേട്ടോ. ഞാനങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കപ്പ, അതും നമ്മുടെ റെഡിയായി. പിന്നെ എന്തുവാ, പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ കൂട്ടാൻ കേട്ടോ. പിന്നെ പുളിശ്ശേരി ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പൊ ഉച്ച വരത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷമുള്ള പരിപാടിയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ അതെ, ശർക്കര പുരട്ടി വറുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇതിന് ശർക്കര നമുക്ക് പാവ് കാച്ചി ഇടണം. അപ്പൊ അതിന്റെ പരിപാടിയിലേക്കാണ് ഇന്ന് കടക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മള് ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കി എന്തിനാ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇതിനകത്ത് കല്ലും മണ്ണും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ശർക്കര പുരട്ടി നല്ല സ്വാദോടെ തിന്നുമ്പോഴായിരിക്കും കല്ല് കടിക്കുന്നത്. അപ്പൊ അത് വേണ്ട. അപ്പൊ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുക്കാം, കുറച്ച് മതിയാവും, അത്രയല്ലേ ഉള്ളൂ. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. കൈ ഒന്ന് കഴുകട്ടെ. ഇനി ഇപ്പൊ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ഉരുകി നൂൽ പരുവാകട്ടെ. അപ്പൊ അതുവരെ നമ്മൾ വീഡിയോ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീഡിയോ കൂടുതൽ ലെന്തായി പോകും. അതുകൊണ്ട് ആ പരുവം വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതിനു മുന്നേ ആയില്ല, അതിന് മുന്നേ ഞാൻ കുറച്ച് ചുക്ക്, ജീരകം, ഏലക്ക ഇത്രയും പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഏലക്ക എളുപ്പം പൊടിയാനായിട്ടുള്ള ഒരു ടിപ്സ് അതെല്ലാവർക്കും അറിയായിരിക്കും. ഏലക്കയുടെ കൂടെ കുറച്ച് ശകലം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. അപ്പൊ ഇതിനകത്ത് നമുക്ക് ചേർക്കാനുള്ള സാധനങ്ങളാണിത്: ചുക്ക്, ജീരകം, ഏലക്ക, പഞ്ചസാര. പിന്നെ ഇത് പൊടിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരിക്കുവാണ്. ഇനി ബാക്കി കാണിച്ചു തരാം. ഇതിപ്പോ നന്നായിട്ട് ഇതായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ അത് ഇതിനകത്തോട്ട് എടുത്തിടും. അപ്പൊ പിന്നെ ശർക്കര ലൂസായിട്ടിരിക്കുവാണെങ്കിൽ കുറച്ച് അരിപ്പൊടി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ശർക്കര നന്നായിട്ട് ടൈറ്റ് ആയിട്ട് വരും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ശർക്കര കൂടുതലാണെന്ന് നമുക്ക് തോന്നത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അരിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പൊ ഇതാവട്ടെ. ശർക്കര ഏകദേശം മൂപ്പാകാറായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഇതാ ഇങ്ങനെ കൂട്ടി നോക്കിയിട്ട് ഇതാ ഇങ്ങനെ ശർക്കര നൂൽ പരുവം എന്ന് പറയും. കണ്ടോ, ഇതാ ഇങ്ങനെ വരുന്ന പരുവത്തിലാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ. അപ്പം ഞാൻ ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോകും. ഒരു ശകലം കൂടെ. ശരി, പാടുപെട്ട പരിപാടിയല്ലേ, വേറെ പണിയൊന്നും ഇല്ലേന്ന് വിചാരിക്കുന്നുണ്ടോ? എനിക്കിതൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിൽക്കുന്നത്. അപ്പം ശർക്കര ആയിട്ടൊന്നുകൂടെ നോക്കട്ടെ. കുറച്ചും കൂടെ വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാനത്. ഇനിയിപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. കൂട്ടത്തിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന ചുക്കും ഇതും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ, എന്നിട്ട് ഒരിളക്കങ്ങ് ഇളക്കുക. ഇത് കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്. ശർക്കര കുറച്ച് ലൂസായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇച്ചിരി ചേർത്ത് കൊടുക്കും. ഇത് ഇളക്കി എല്ലാ ഭാഗങ്ങളിലേക്കും ആക്കണം ഈ ശർക്കര. ഇപ്പോഴത്തേക്ക് ഒരു തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ആവും. പണ്ടൊക്കെ ഇങ്ങനെ ശർക്കര പുരട്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ ഇത് തണുത്ത് നമ്മൾ വേറെ പാത്രം വെക്കത്തില്ലേ. അപ്പൊ ഈ ശർക്കരയുടെ പൊടിയും പഞ്ചസാരയുടെ പൊടിയും എല്ലാം കൂടി ഉരുളിക്കകത്ത് കിടക്കുവേ. അത് തിന്നാൻ ഞങ്ങൾ 3 പേരും കൂടെ, ഞങ്ങൾ 2 പേരും കൂടെ, അവർക്ക് പിന്നെ ഇതൊന്നും ഇഷ്ടമില്ല കേട്ടോ, ഏറ്റവും ഇളയതൊക്കെ. അപ്പൊ ഞങ്ങൾ 2 പേരും കൂടെ അത് തിന്നാനുള്ള ഒരു പെടാപ്പാട് കൂട്ടിയിരിക്കുന്നത് ഞാൻ ഇപ്പോഴും ഇതൊക്കെ ഓർക്കുമായിരുന്നു. വഴക്കുണ്ടാക്കുമായിരുന്നു. ഉരുളി ഇങ്ങനെ എന്നിട്ട് ചട്ടുക ഇട്ട് കുത്തി 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 വടിച്ചെടുക്കുമായിരുന്നേ. ഇനി ഇതൊന്ന് ആറി വരട്ടെ. നമുക്കൊരു ശകല അരിപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് തൂക്കി കൊടുക്കാം.
കുറച്ച് അരിപ്പൊടിയും കൂടി എടുക്കട്ടെ. ഇച്ചിരി തരിയുള്ള അരിപ്പൊടിയാണെങ്കിൽ തൂക്കിക്കൊടുക്കുക, ഒരുപാട് നല്ലതാണ്. വീണ്ടും ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ശർക്കര നന്നായിട്ട് വലിയാനായിട്ട് പറ്റും ഈ നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും. നല്ല കറുത്ത ശർക്കര ആയതുകൊണ്ട് നല്ല കറുത്ത് കിട്ടി കണ്ട. അങ്ങനെ നമ്മുടെ ശർക്കര വരട്ടിയും റെഡി ആയി കണ്ട. ഒന്ന് തണുത്തിട്ട് കാണിച്ചു തരാവേ. ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം വേറെ 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 ആവും. ഒന്ന് തണുക്കട്ടിച്ചിരുന്നാലും ഇരുന്ന് കണ്ട. അപ്പൊ ഇതിന്റെ ആ ഭയങ്കരമായിട്ടുള്ള ചൂടങ്ങ് മാറി കണ്ട. അപ്പൊ എന്താ ഇത് ഒന്നൊന്നേ തൊടാതെ നമുക്ക് കിട്ടി കണ്ട. അപ്പം നമ്മുടെ ശർക്കര വരട്ടി റെഡി. നമുക്ക് ഒരെണ്ണം എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ശർക്കര വെട്ടിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഉണ്ടാക്കുന്നവർക്കറിയാം, വാങ്ങിക്കുന്നവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മുടെ ഉപ്പേരി വര പരിപാടിയൊക്കെ കഴിഞ്ഞു. ശർക്കര വെട്ടിയോടുകൂടി തീർന്നു. അങ്ങനെ ആകെ കായും കപ്പയും ശർക്കര വെട്ടിയും മാത്രമേ ഉണ്ടാക്കലും, മുറുക്കൊന്നും ഞാൻ ഉണ്ടാക്കിയതേ ഇല്ല. നമുക്ക് ഓണത്തിന് ഇത്രയൊക്കെ മതിയല്ലോ. അപ്പം എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.